പ്രിയമുള്ള മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ് കേരള പാഠാവലി അതിലെ 1ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്റർ കാട്ടിലെ മഴ എന്ന പാഠഭാഗവും അതിലെ ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെയാണ് സാർ ഈ വീഡിയോയിൽ പറയുക. അപ്പോൾ മക്കൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, അത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം. ഓക്കെ, ഹർഷമിസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. 1ാമത്തെ ചോദ്യം എന്താ? ഇവിടെ കണ്ടെത്താൻ പറയാം. പുഴയ്ക്ക് ജീവൻ വെച്ചു തുടങ്ങിയിരിക്കുന്നു. മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി. കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്കു മേഘങ്ങൾ. മഴ കാട്ടിലുണ്ടാക്കുന്ന കാഴ്ചകളാണ് ഈ വാക്യങ്ങളിലൂടെ വ്യത്യസ്തമായി അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതുപോലെയുള്ള വാക്യങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തൂ. അവയുടെ ആശയം ക്ലാസ്സിൽ അവതരിപ്പിക്കുകയും എഴുതി വെക്കുകയും വേണം. ഇതുപോലുള്ള വേറെ ഏതൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം. പുഴയ്ക്ക് ജീവൻ വെച്ചു തുടങ്ങിയിരിക്കുന്നു. കടുത്ത വേനലിൽ പുഴ വറ്റി വരണ്ട് കിടന്നിരുന്നു. എന്നാൽ ആദ്യ മഴ പെയ്തതോടെ പുഴയ്ക്ക് ജീവൻ വെച്ചു. മെലിഞ്ഞുണങ്ങിക്കിടന്ന പുഴയുടെ വറ്റി വരണ്ട നീർച്ചാലുകൾ മഴ പെയ്തതോടെ ഉയർത്തെഴുന്നേറ്റു. അതേപോലെ വേറെ വാക്കാണെന്ത്? മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി. ഇരുട്ടിൽ മഴ വെറും ശബ്ദം മാത്രമായിരുന്നു. നിലാവ് ഉദിച്ചതോടെ ആദ്യ മഴയിൽ കലങ്ങി മറിഞ്ഞൊഴുകുന്ന പുഴ നല്ലൊരു കാഴ്ചാനുഭവമായി. അല്ലേ മക്കളെ? അടുത്തത് കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്കു മേഘങ്ങൾ. അതിൻ്റെ അതൊന്നാണ്, ആനയ്ക്കും കാർമേഘത്തിനും ഒരേ നിറമാണ്. കാടിളക്കിയെത്തുന്ന ആനക്കൂട്ടങ്ങളെ പോലെ കാർഭിമേഘങ്ങൾ മരച്ചില്ലകളെ ഉലച്ചുകൊണ്ട് പെരുമഴ പെയ്യിക്കുന്നു എന്നാണ്. അതിൽ വേറൊരു വാചകമാണെന്ത്? കാട്ടിൽ കന്നിമഴ യൗവനമാണ് കൊണ്ടുവരുന്നത്. കടുത്ത വേനലിൽ വറ്റിവരണ്ട പുഴയ്ക്ക് ജീവനേകുന്നതും ഉണങ്ങിക്കരിഞ്ഞ പുൽച്ചെടികൾക്കും മരങ്ങൾക്കും പുതുനാമ്പുകൾ നൽകുന്നതും കന്നിമഴയാണ്. അതുകൊണ്ടാണ് കാട്ടിൽ കന്നിമഴ യൗവനമാണ് കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത്. അതുപോലെ ഇടിമിന്നൽ ചാലുകൾ ഇടയ്ക്ക് കാട്ടിലേക്ക് വന്ന് പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചു. കാട്ടിൽ മഴയ്ക്കൊപ്പം എത്തിയ ഇടിമിന്നലിന്റെ വെളിച്ചം മരങ്ങൾക്കിടയിലൂടെ കടന്ന് പുഴയിലെ വെള്ളത്തിൽ പ്രതിഫലിക്കുന്നതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? ഇനി അടുത്ത ചോദ്യം നോക്കൂ. മഴയഴക്. മഴ വന്നപ്പോൾ പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾ നോക്കൂ. എണ്ണ കണ്ടു മാമലകൾ, പണക്കാരായി പറമ്പുകൾ, മരുന്ന് വെച്ചു മുറികൾ, കെട്ടി വെട്ടേറ്റ കാടുകൾ. പി കുഞ്ഞിരാമൻ നായർ. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം മഴ പെയ്തപ്പോൾ പ്രകൃതിക്കുണ്ടായ മാറ്റം പി കുഞ്ഞിരാമൻ നായർ വർണ്ണിച്ചിരിക്കുന്നത് വായിച്ചല്ലോ. ആദ്യമായി വേനൽ മഴ പെയ്തപ്പോൾ നിങ്ങളുടെ വീടിന് ചുറ്റും എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി? ആ മാറ്റങ്ങളെക്കുറിച്ച് ഒരു വർണ്ണന തയ്യാറാക്കാനാണ് പറയുന്നത്. അല്ലേ? നമുക്ക് പി കുഞ്ഞിരാമൻ നായരുടെ കാലവർഷമേ നന്ദി എന്ന കവിതയിലെ വരികളാണിവ. മഴ കൊണ്ടുവന്ന മാറ്റങ്ങൾ വർണ്ണിക്കുകയാണ് കവി. മഴ കിട്ടാതെ കുളിയില്ലാതെ കഴിഞ്ഞ മലകൾ എണ്ണ തേച്ച് കുളിച്ചതുപോലെ കാണപ്പെട്ടു എന്നാണ് മാമലകൾ എണ്ണ കണ്ടു എന്നതുകൊണ്ട് കവി അർത്ഥമാക്കുന്നത്. ഉണങ്ങി വരണ്ടു കിടക്കുന്ന പറമ്പുകൾ മഴയെത്തിയപ്പോൾ പുതുനാമ്പുകൾ കൊണ്ട് സമൃദ്ധമായതിനെയാണ് സമ്പന്നരായി എന്ന് പറഞ്ഞിരിക്കുന്നത്. വെട്ടേറ്റ് കുറ്റികൾ മാത്രമായ മരങ്ങൾ മഴ പെയ്തപ്പോൾ വീണ്ടും തളിർത്തതിനെ വെട്ടേറ്റ കാടുകൾ മുറിവുകളിൽ മരുന്ന് വെച്ച് കെട്ടി എന്നാണ് കവി വർണ്ണിക്കുന്നത്. ഇനി അതിൽ നിങ്ങളുടെ ഒരു അനുഭവം എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അനന്തു എഴുതിയ ഒരു അനുഭവം നമുക്ക് നോക്കാം. കടുത്ത ചൂടിൽ മണ്ണ് ഉണങ്ങി വരണ്ട് കിടക്കുകയായിരുന്നു. എങ്ങും പൊടിക്കാറ്റ്. ഇലകൾ വാടിക്കരിഞ്ഞ് ചെടികളും മരങ്ങളും നിന്നു. പുതുമഴത്തുള്ളികൾ മണ്ണിൽ പതിച്ചപ്പോൾ മണ്ണിൽ നിന്ന് പ്രത്യേകം ഗന്ധമുയർന്നു പൊങ്ങി. മഴയുടെ വരവറിയിച്ച് സന്തോഷത്തോടെ തവളകൾ കരഞ്ഞു. കിളികൾ ചിരച്ചുകൊണ്ട് മരക്കൊമ്പുകളിലിരുന്നു. ചിറക് കുടിഞ്ഞ് മഴയെ എതിരേറ്റു. മരങ്ങളും ചെടികളുമൊക്കെ കാറ്റിലും മഴയിലും മെല്ലെ ഇളകി. വാടിയ ഇലകളൊക്കെ പുതുജീവൻ കിട്ടിയ പോലെ ഉണർന്നു. പെയ്തിറങ്ങിയ മഴത്തുള്ളികൾ തീർത്ത് നീർച്ചാലുകൾ മുറ്റത്തുകൂടെ ഒഴുകി. അല്പം കഴിഞ്ഞപ്പോൾ മുറ്റമാകെ ഒരു ചെറു കടലായി മാറി എന്ന് നമുക്ക് എഴുതാം. ഇനി അടുത്തത്, ഒറ്റയ്ക്കും കൂട്ടായി. ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിച്ചിരിക്കാൻ ഒരിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു. ഇരുൾ വീണ കാട്ടിൽ ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു. ഈ വാക്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചർച്ച ചെയ്യൂ. കൂടുതൽ ഉദാഹരണം പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതണം. ഈ രണ്ട് സെന്റൻസ് തമ്മിൽ എന്താ വ്യത്യാസം? ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് വാക്യങ്ങൾ തമ്മിൽ അർത്ഥവ്യത്യാസമില്ല. ആദ്യ വാക്യത്തിൽ ഒളിച്ചിരിക്കാൻ ഒരിടം എന്നതിന് പകരം രണ്ടാമത്തെ വാക്യത്തിൽ ഒളിയിടം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒളിയിടം എന്നതിനെ പിരിച്ചെഴുതിയതാണ് ഒളിച്ചിരിക്കാൻ ഒരിടം എന്നത്. അല്ലെ? ഒളിച്ചിരിക്കാൻ ഒരിടം, ഒളിയിടം. ഇത്തരത്തിൽ വേഴയും ചില പ്രയോഗങ്ങളുണ്ട് അല്ലേ? മഴയുടെ ഇരമ്പം, മഴയിരമ്പം. ഇടിമിന്നലിന്റെ ചാലുകൾ, ഇടിമിന്നൽ ചാലുകൾ.
ഇലയുടെ ചാർത്തുകൾ ഇലച്ചാർത്തുകൾ. പുഴയുടെ ഓരം പുഴയോരം. നിലാവിന്റെ നിറം നിലാനിറം. നീരിന്റെ ചാലുകൾ നീർച്ചാലുകൾ. അങ്ങനെ. ഓക്കെ. അടുത്തത് മിണ്ടിയും പറഞ്ഞു. കടുത്ത വേനലിനു ശേഷം വന്ന മഴ കാടിനെ മനോഹരമാക്കി. മഴയും കാടും തമ്മിൽ എന്തെല്ലാം വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് എഴുതി നോക്കണം. അല്ലേ? മഴയും കാടും തമ്മിൽ എന്തൊക്കെ വർത്തമാനം പറഞ്ഞിട്ടുണ്ടാകും? നോക്കാം അല്ലേ? ഒരു മാതൃക. കാട് പറഞ്ഞു, ഒത്തിരി നാളായി ഞാൻ മഴ കാത്തിരിക്കുന്നു. അപ്പൊ മഴ പറയും എന്ത്? എനിക്ക് വരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, മഴമേഘങ്ങൾ എത്തിച്ചേരാൻ താമസിച്ചതുകൊണ്ടാണ്. കാട്, നീ കണ്ടില്ലേ എന്റെ അവസ്ഥ? മരങ്ങളെല്ലാം ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു. പുഴയും നീർച്ചാലുകളും വറ്റി വരണ്ടിരിക്കുന്നു. എല്ലാ ജീവജാലങ്ങളും ദാഹജലത്തിനായി പരക്കം പായുകയായിരുന്നു. മഴ, ഏതായാലും ഞാൻ വന്നല്ലോ, ഇനി പേടിക്കാനില്ല. കാട്, അതെ, നീ വന്നതോടെ ജീവജാലങ്ങളും ഞങ്ങളും ഉത്സാഹത്തിലായി. നിങ്ങളുടെ സന്തോഷം കണ്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു എന്ന് മഴ പറഞ്ഞു. ഓക്കെ, ഇത്രയാണപ്പോൾ ഇതിലെ ആക്ടിവിറ്റീസും പ്രവർത്തനങ്ങളും എല്ലാം. മക്കൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.